ഇടത്തോട്ട് തിരിയാനുള്ള NSS തീരുമാനത്തെ വിമർശിക്കാതെ കോൺഗ്രസ്. NSSുമായി അനുനയ ചർച്ച നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിശ്വാസ സംരക്ഷണത്തിൽ NSS നിലപാട് തന്നെയാണ് കോൺഗ്രസിനെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സാമുദായിക സംഘടനകൾക്ക് അവരുടേതായ നിലപാട് സ്വീകരിക്കാമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. നിലവിലെ സാഹചര്യത്തിൽ NSSുമായ ഒരു അനൌദ്യോഗിക ചർച്ചകളിലേക്ക് കോൺഗ്രസ് പോകുമോ? അത് സുകുമാരൻ നായരെ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ പാർട്ടി ലീഡർഷിപ്പ് പറയേണ്ട കാര്യങ്ങളാണ്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ. ബാക്കി പാർട്ടി ലീഡർഷിപ്പാണ് പറയേണ്ടത്. അത് നിശ്ചയമായിട്ടും നായർ സർവീസ് സൊസൈറ്റിയായിട്ട് യോജിച്ച് പോകണം എന്നുള്ള ചിന്തയിലാണ് ഇതപര്യന്തമുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇതൊരു പ്രതിഫലിക്കുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, NSSന്റെ ഒരു ഇടത് ചേർന്നുള്ളൊരു പ്രതികരണങ്ങളും നയവും അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. നിങ്ങളിതെല്ലാം തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടി വായിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളാണ്. ആ നിലപാട് രംഗത്ത് നായർ സർവീസ് സൊസൈറ്റി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടിനോട് ഞങ്ങളെല്ലാവരും യോജിച്ചു. ഇന്നിപ്പോൾ വിശ്വാസ സംരക്ഷണമാണ് എന്ന് ഗവൺമെൻറ്റും നേരെ തലതിരിഞ്ഞ് വരികയാണ്. അവർ ഉറപ്പ് പറയുകയാണ്, പരസ്യമായിട്ട് ഉറപ്പ് പറയുകയാണ്. നന്നായി, അത്രയും നന്നായി. ഞാൻ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ രണ്ട് കാര്യം കൂടി പറഞ്ഞതേ ഉള്ളൂ. ഗവൺമെൻറ് നിലപാട് മാറിയല്ലോ. ഗവൺമെൻറ് നിലപാട് മാറിക്കഴിയുമ്പോൾ അന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങി സമരം ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പേരിലുള്ള കേസുണ്ട്. ആ കേസ് വിഡ്രോ ചെയ്യണ്ടേ? അതോടൊപ്പം തന്നെ അതിന് ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഹൈക്കോടതിയിൽ ഇവർ കൊടുത്തിട്ടുണ്ട്, അഫിഡവിറ്റ്. ആ അഫിഡവിറ്റ് തിരുത്തണ്ടേ? ആ അഫിഡവിറ്റ് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ആ അഫിഡവിറ്റ് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുകയും കേസുകൾ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് കോമണായ മുഴുവൻ ആളുകളുടെ അഭിപ്രായമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിന് ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ടോ? കൂടുതൽ ഇടതുപക്ഷം അടുക്കുന്നു, ഇടത് മന്ത്രിമാരെ പുകഴ്ത്തി സുകുമാരൻ നായർ സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ളത് കോൺഗ്രസിന് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, അതല്ല, വരട്ടെ. അതൊക്കെ നമുക്ക് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉന്നമൊക്കെ ആശയക്കുഴപ്പമുണ്ടെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. അത് വരട്ടെ, ഞാൻ അതിനകത്ത് പ്രവേശിക്കുന്നില്ല. എന്തായാലും NSSുമായി ഉറച്ച നിലപാടുകളുമായി നല്ല സൗഹൃദ ബന്ധത്തിൽ മുന്നോട്ട് പോകും. ഇപ്പോഴുള്ള താൽക്കാലിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലാണ് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സത്യവാങ്മൂലം അത് സർക്കാർ പിൻവലിക്കുമോ ഇല്ലയോ എന്നും കൂടി കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ വൺ. ഒരു സമുദായ സംഘടന അനുകൂലിച്ചും പ്രതികൂലിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്ക് എടുക്കാൻ അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ ഞങ്ങളില്ല. പക്ഷെ ഞങ്ങളുടെ നയത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തും. ഞങ്ങളും എല്ലാ നേതാക്കളുമായിട്ട് സൗഹൃദ ബന്ധം പുലർത്തുന്നവരാണ്. അങ്ങനെ ഏതെങ്കിലും സമുദായ അംഗങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിനെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ശബരിമല വിഷയത്തിൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് അതിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോവില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ഞങ്ങൾ ഈ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. വിവരങ്ങളുമായി ജോസി ബാബുവും KR സാജുവും ചേരുകയാണ്. ജോസി, ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എന്താണോ NSSന്റെ നിലപാട്, അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിനുമുള്ളത് എന്നാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? NSSനെ കൂടുതൽ പിണക്കാതെ ഒരു അനുനയത്തിന്റെ സ്വരമല്ലേ അദ്ദേഹത്തിൽ നിന്നുണ്ടായത്? തീർച്ചയായും ദിവ്യ, കോൺഗ്രസ് ഒരിക്കലും NSSനെ കടന്നാക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ NSSന്റെ പുതിയ നിലപാടുകളെ പ്രതിരോധിക്കാൻ പരസ്യമായി തയ്യാറാകുന്നില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ആരും ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ കാര്യങ്ങളെ വളരെ മയപ്പെടുത്തി വളരെ സമർത്ഥമായി തിരുവഞ്ചൂർ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. പ്രതികരണത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. അതായത് എക്കാലവും കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണെങ്കിൽ NSSന്റെ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്. ദീർഘകാലമായി കോൺഗ്രസുമായി നല്ല സൗഹൃദത്തിലാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം എന്ന നിലയ്ക്കാണ് കോൺഗ്രസും തിരുവഞ്ചൂരും അതിനെ കാണുന്നത്. കൂടാതെ കനകദുർഗയും അതോടൊപ്പം ബിന്ദു അമ്മിണിയും അടക്കമുള്ള ആളുകളെ സന്നിധാനത്തെത്തിച്ചത്
ഇടതുമുന്നണിയും സർക്കാരുമാണ്. ആ സർക്കാരിൻ്റെ സർക്കാരാണ് അല്ലെങ്കിൽ ഇടതുമുന്നണിയാണെന്ന് NSSനെ ഏറ്റവും എതിർത്തത്, വിശ്വാസ സംരക്ഷകരെ എതിർത്തത്. അക്കാര്യങ്ങളൊക്കെ സമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ശബരിമലയിലെ നിലപാടിൽ സർക്കാരിൻ്റെ സത്യവാങ്മൂലം പിൻവലിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ തിരുവഞ്ചൂർ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പിലൊന്നും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്കും അല്ലെങ്കിൽ NSSന്റെ ചില അഭിപ്രായങ്ങൾ പുറത്തു വരുന്നതൊന്നും പ്രതിഫലിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അനൌദ്യോഗികമായ ചർച്ചകൾ NSS നേതൃത്വവുമായി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുകുമാരൻ നായരുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു, പക്ഷേ അദ്ദേഹം നേരിട്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം സർക്കാരിനെയും ഇടതുമുന്നണി അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുകഴ്ത്തുകയും സർക്കാരിനെയും ഇടതുമുന്നണിയുടെ നിലപാടിനെ പ്രശംസിക്കുകയും ചെയ്തത്. ഇതാണ് വലിയ രീതിയിൽ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, തിരുവഞ്ചൂർ 2013 താക്കോൽ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NSSന്റെ പ്രതികരണത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ ആഭ്യന്തര മന്ത്രിസ്ഥാനം നഷ്ടമായ ആൾ തിരുവഞ്ചൂർ. NSSുമായി അടുത്ത സൗഹൃദം എന്ന് തിരുവഞ്ചൂരിനെ വിശേഷിപ്പിക്കപ്പോഴും NSS പലപ്പോഴും തിരുവഞ്ചൂരിനെ മാറ്റി നിർത്തിയിട്ടുമുള്ളൊരു ചരിത്രമുണ്ട്. അക്കാര്യത്തിലേക്ക് കൊണ്ട് തിരുവഞ്ചൂരിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാം എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അക്കാര്യത്തിൽ വലിയ പിണക്കങ്ങളില്ലാതെ, വലിയ പ്രശ്നങ്ങളുമില്ലാതെ ഈ വിഷയങ്ങളെ സമീപനത്തോടുകൂടി പരിഹരിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്.